രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കേസിൽ കോൺഗ്രസിലെ സൈബർ യുദ്ധം ശക്തമാവുകയാണ്. വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് മുന്നോട്ട് പോവുകയാണ് ഷാഫി രാഹുൽ സൈബർ ഹാൻഡിലുകൾ. അതേസമയം പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന സതീശനെ പിന്തുണയ്ക്കാതിരിക്കുകയാണ് എ വിഭാഗവും രമേശ് ചെന്നിത്തലയും. സതീശന്റെ പവർ ഗ്രൂപ്പിലെ വിള്ളലിലും ഏറ്റുമുട്ടലിലും മാറി നിന്ന് കളി കാണുകയാണ് എ വിഭാഗവും രമേശ് ചെന്നിത്തലയും. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് സൈബർ വെട്ടുകളി കൂട്ടത്തെ രൂക്ഷമായി വിമർശിച്ചത്. സതീശൻ പരസ്യമായി തള്ളി പറഞ്ഞ KPCC ഡിജിറ്റൽ ടീമിനെ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നതും സൈബർ യുദ്ധത്തിൽ അഭിപ്രായം പറയാത്തതിലും വ്യക്തമായ സൂചനകളാണ് ഉള്ളത്. പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന സതീശനെ പിന്തുണയ്ക്കാതെ ഒഴിയുകയാണ് എ വിഭാഗവും രമേശ് ചെന്നിത്തലയും. അതേസമയം ഷാഫിയുടെ സൈബർ ഗ്രൂപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനായി സജീവമായ ശ്രമം തുടരുകയാണ്. ചില PR ഗ്രൂപ്പുകളുടെയും സ്ഥിരം ചർച്ച വിദഗ്ധരുടെയും സോഷ്യൽ മീഡിയ ഇടപെടൽ ഇതിന് ഉദാഹരണമായി മറുഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായിട്ടുള്ള ശബ്ദ സന്ദേശം രാഹുൽ ഈശ്വർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം ട്രോമയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നും MLA ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല ഇപ്പോഴത്തെ ആഗ്രഹമെന്നും റൂമിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളത് മാത്രമാണ് എന്നും രാഹുൽ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. വിശക്കാറില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല എന്നും എന്തെങ്കിലും ഒരിക്കൽ താൻ ഇത് പറയുമെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല ട്രോമയുള്ളത് എന്നും രാഹുൽ ഈശ്വറിനോട് പറയുന്നുണ്ടായിരുന്നു. പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്: രാത്രിയിൽ ഉറങ്ങാനായിട്ട് പാരസെറ്റമോളും സിട്രസിനും കഴിച്ചിട്ട് കിടക്കും. 5 മണി 6 മണി ആകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. എന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. 2 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. വിശക്കാറേ ഇല്ല, അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല. ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെയാണ് പോകുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ആഗ്രഹം MLA ആകണമെന്നോ മന്ത്രിയാകണമെന്നോ എന്നുള്ളതല്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെന്നാണ്. അതാണ് ഒരു അവസ്ഥ. ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത്, പ്രതികരിക്കാത്തത്, തെറ്റ് ചെയ്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനത് എപ്പോഴെങ്കിലും പറയും. കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ട്രോമ. അതേസമയം പുറത്തു വന്ന ഓഡിയോയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ ട്രോളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിയും സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാരസെറ്റമോളും സിട്രസിനും എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക, വ്യാജന്മാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് മന്ത്രിയുടെ പോസ്റ്റ്. പാരസെറ്റമോൾ ഉറങ്ങാനുള്ള മരുന്നല്ല എന്നും സിട്രസിൻ ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്നത് തീരെ നല്ലതല്ല എന്നും ആളുകൾ കുറിച്ചിട്ടുണ്ട്. അതിനിടെ തനിക്കെതിരെ പെയ്ഡ് ആക്രമണം നടത്തുന്നതായി വെളിപ്പെടുത്തി നടി റിനി ആൻഡ് ജോർജ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയതിനു ശേഷമായിരുന്നു താരത്തിന്റെ ഈ കുറിപ്പ്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ മാഞ്ഞു പോകില്ല എന്നും പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്.